ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. അതായത് തെരിയാക്കി ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ ഈസിയായും ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തെരിയാക്കി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണേ. അതിനുവേണ്ടി 4 കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ അരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതലായി തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ അരി തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് കേട്ടോ. വൈറ്റ് വിനെഗറാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർക്കുമ്പോൾ അരിക്ക് നല്ലൊരു വൈറ്റിഷ് കളർ കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പകുതി വേവായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ റൈസ് ഇവിടെ ഒരു പകുതി വേവിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്യുക. അത്രയും മതിയാവും. ഫ്രൈഡ് റൈസിൻ്റെ ഒരു പാകം നമുക്കറിയാലോ. ആ ഒരു പാകത്തിൽ വേണം ഇത് ഊറ്റിയെടുക്കാൻ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം റെഡിയായി വരും. ഇപ്പോൾ ദാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കങ്ങ് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് തെരിയാക്കി സോസാണ്. അതിനുവേണ്ടി 3/4 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നോർമൽ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ 1/4 കപ്പ് ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർക്കുന്നത്. ലൈറ്റ് സോയാ സോസാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 8 9 വെളുത്തുള്ളി എടുത്ത് ഒന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ പീസ് എടുത്ത് അതും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതിന് പകരം ഇഞ്ചിയുടെ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ചേർക്കുന്നത് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്. ഇതും കൂടെ ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തെരിയാക്കി സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്നിങ്ങനെ ചിക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകം മതിയാവും. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അപ്പം നമ്മൾ ആ സെയിം സോസ് പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് കുഞ്ഞ് പീസസ് ആയിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ നുറുക്കുന്ന അതേ ഒരു വലുപ്പത്തിൽ തന്നെ ചെറുതായിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം സോയാ സോസ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വൈറ്റ് കളറിലേക്ക് വരുന്നവരേക്കും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഒരു വൈറ്റിഷ് കളറിലേക്ക് വന്നതിന് ശേഷം 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പാകത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തെരിയാക്കി സോസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ സോസിൽ കിടന്ന് തന്നെ ഈ ചിക്കൻ ഒന്ന് വേവണേ. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം മാത്രം മതിയാവും. അപ്പോഴേക്കും എന്താ ഇതുപോലെ അതിൽ ആ സോസൊക്കെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചൊന്ന് തിക്കായിട്ട് വരുവേ. ഈ സമയത്ത് നമ്മളിതിലേക്ക് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. കട്ടകളില്ലാണ്ട് തന്നെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കോൺഫ്ലവറിൻ്റെ മിക്സാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുവേ. ഈ സമയത്ത് ഇതാ കണ്ടോ, ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ള് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
1 ടേബിൾ സ്പൂൺ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എള്ള് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഹണി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഹണിയും കൂടെ ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണേ. നമ്മളപ്പോൾ ചിക്കൻ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ സെയിം സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു കുഞ്ഞ് സവാള കുഞ്ഞായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഒക്കെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതെ വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഞാനൊരു 150 to 200 ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് പെട്ടെന്ന് വഴറ്റുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും ഇതിനോടൊപ്പം ഒരു റെഡ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം ആണെങ്കിൽ അത് നീളത്തിലരിഞ്ഞ് ചേർക്കുക. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് വേവിൽ റൈസ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തെരിയാക്കി ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനും കൂടി ഈ റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്കിനി നമ്മൾ നേരത്തെ ചിക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണേ. ആ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ എഗ്ഗും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ തെരിയാക്കി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയായും ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.